അതുകൊണ്ട് യുഡിഎഫിന്റെ പ്രവർത്തകന്മാരും ഐക്യത്തിന്റെ സമാധാനത്തിന്റെ നിർദ്ദേശമാണ് എല്ലാവരും പാലിക്കണം. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർത്തിട്ടുള്ള എല്ലാവരും സൗകര്യം ചെയ്തു കൊടുക്കണം. എക്കാലത്തെയും നാടിന് ഐക്യത്തോടെ ഈ നാട് മുന്നേറാൻ ആഗ്രഹിക്കുന്ന യുഡിഎഫിന്റെ പ്രവർത്തകന്മാർ ഒരുക്കിയിട്ടുള്ള വിജയാഘാത പ്രകടനമാണ് ഇത്. വെറും റാബിയാവസാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാരഥിയെ വിജയിപ്പിച്ച ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് മാത്രം ഒരുക്കിയത് വിജയാഘാത പ്രകടനമായിരുന്നു. ചില ആളുകളൊക്കെ സത്യം പുലർത്തിക്കൊണ്ട് ഈ ജനസാഗരത്തെ വിളിച്ചു വരുത്തിയതാണ്. അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല, അത് നിങ്ങൾക്കുള്ള പ്രതിഷേധമാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളോട് സഹകരിക്കണം. നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും സഹകരിക്കണം. ഗംഭീരമായ ചാരിത്രമേഖലകൾ കണ്ടിട്ടുള്ള കുടിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇരു സൈഡിലേക്ക് മാറുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ സാരികമാർന്ന നിർദ്ദേശങ്ങൾ പരിപൂർണമായും പാലിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മോട് സഹകരിച്ചിട്ടുണ്ട്. ഈ നാടിന്റെ ഈ ഭാഗങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ചെയ്യുന്നതിനും ഈ സമാപനത്തോടെ ഈ പരിപാടിയെ സമാപനിച്ചിട്ട് ചിലവരുടെ ആശ്രമത്തിൽ കഴിയുന്നതും എല്ലാവരും സഹകരിക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നു.
പ്രിയപ്പെട്ടവരെ ഇത് സംഘടനമാണ്. പ്രിയപ്പെട്ട സഹോദരിമാർ, ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന പ്രവർത്തകന്മാരെ സഹോദരിമാർ ശ്രദ്ധിക്കണം. കേസിലേക്ക് കടന്നു പോകുന്നത് കുട്ടികളെ മാക്സിമം നിങ്ങളുടെ നിർത്തണം. ഒരു കാരണവശാലും ബാരിക്കേഡിന് മുകളിലേക്ക് കുട്ടികളെ കയറ്റിയിരുത്തരുത്. ഒരു കാരണവശാലും അപകടം എടുത്ത് തീർച്ചയായും ഓർമ്മപ്പെടുത്തുന്നു. ബിൽഡിങ്ങിന്റെ മുകളിലുള്ള സഹോദരിമാർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടികളെ ബാരിക്കേഡിന് ഓർമ്മപ്പെടുത്തുന്നു. പരിവരഞ്ഞ പ്രയോഗം നടത്തുന്ന ഗ്രൗണ്ടിൽ നിൽക്കുന്ന സഹോദരന്മാർ, പ്രിയപ്പെട്ട സംഘാടകർ ബാരിക്കേഡ് നിർമ്മിച്ചിട്ടുണ്ട്. ബാരിക്കേഡിന്റെ ഉള്ളിലേക്ക് ആരും പ്രവേശിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, കരിമരുന്ന് പ്രയോഗം നടത്തുന്ന അതിന്റെ പ്രവർത്തകരല്ലാതെ മറ്റുള്ളവരൊന്നും അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, റോഡിന്റെ ഈ സൈഡിലേക്ക് മാറി നിൽക്കുന്നത് വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. അവർ പല ആവശ്യങ്ങളുമായി റോഡിലെത്തിയതാണ്. പല ആവശ്യങ്ങളുമായി അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്താനുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു സംഘടന കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാകരുത്. സായുധ വളണ്ടിയർമാർ പരിപൂർണമായും റോഡ് നിയന്ത്രിക്കുന്നുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നിയമപാലകർ പോലീസ് നമ്മോടൊപ്പം സഹകരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പരിപൂർണമായും പാലിച്ചുകൊണ്ട് സായുധ വളണ്ടിയർമാരുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രിയപ്പെട്ട ഈ
ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച നല്ലവരായ വോട്ടർമാർക്ക് 1000 നന്ദി അറിയിച്ചുകൊണ്ടുള്ള വിജയാഘാത പ്രകടനത്തിലേക്ക് എത്തിച്ചേർന്നവരെ പ്രിയപ്പെട്ടവരെ നന്ദി ഓർമ്മപ്പെടുത്തുകയാണ്. UDFന്റെ കോട്ടകൊത്തളമാണ് ചെങ്ങല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കോണിക്കും കൈപ്പറ്റിക്കും രേഖപ്പെടുത്തി UDFന്റെ സാരഥികളെ വിജയിപ്പിച്ചവർക്ക് 1000 അഭിവാദ്യങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. ഒന്നാം വാർഡിന്റെ മണ്ണിൽ ചില 47 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ചിലരൊക്കെ രാജ്യമാക്കി അതിലൊരു രാജാവായി വാഴാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോർത്തോളൂ, ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടകത്തളമാണ്. നിങ്ങളൊക്കെ തീക്കിരിച്ചക്കരെന്ന് വിളിച്ചിട്ടുള്ള പീച്ചി, ആ പീച്ചി നിങ്ങളെ 47 വോട്ടിന് നിങ്ങൾക്ക് വോട്ട് ചെയ്തവരെ നിങ്ങൾ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സഹോദരിമാരെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ കാലവും ചരിത്രവും നിങ്ങൾക്ക് മറുപടി നൽകും. പ്രിയപ്പെട്ടവരെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളെ ഒന്നാം വാർഡിൽ നിന്ന് വിജയിപ്പിച്ചത് PT സലാമിന് വമ്പിച്ച ഭൂരിപക്ഷം ഒന്നാം വാർഡിൽ നിന്ന് നൽകിയ പ്രിയപ്പെട്ട വോട്ടർമാർ, ഷരീഫ് കുട്ടൂരിന് വമ്പിച്ച ഭൂരിപക്ഷം നൽകിയ ഒന്നാം വാർഡിലെ വോട്ടർമാർ, നിങ്ങൾക്ക് അഭിവാദ്യം നേരുകയാണ്. പീച്ചിക്ക് കരുത്തോടെ 47ന്റെ വെറും പിൻബലം, അത് വെറും വോട്ട് നിങ്ങളുടെ ലോക്കൽ സെക്രട്ടറിക്ക് കിട്ടേണ്ട വോട്ടല്ല. ഞങ്ങളുടെ പീച്ചിയോട് മുട്ടിയിട്ട് 47 നിങ്ങളെ തളച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിജയം തന്നെയാണ്, പീച്ചിയുടെ വിജയമാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയമാണ്. ചില ആളുകളൊക്കെ വിജയം ആഘോഷിക്കാൻ വേണ്ടി ചില പ്രവർത്തകന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അശ്ലീലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഈ ജനസാഗരം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. റോഡിന്റെ ഈ സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവർ കൂടി സഹകരിക്കുക. യാത്രക്കാരായ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, യാത്രക്കാർക്ക് വഴി കൊടുക്കരുത്, അവരുടെ ആവശ്യങ്ങൾക്ക് അവർ പോവുകയാണ്. വിജയാഘോഷം നമുക്ക് മാത്രമാണ്, അതുകൊണ്ട് യാത്രക്കാരെ കാരണവശാൽ ബുദ്ധിമുട്ടിക്കരുത്. പ്രിയപ്പെട്ടവരെ, റോഡിന്റെ ഇരു സൈഡിലേക്ക് മാറി നിൽക്കണം. നിയമപാലകരുടെ നിർദ്ദേശങ്ങൾ പരിപൂർണമായും നമ്മൾ പാലിക്കണം. പ്രിയപ്പെട്ട പോലീസുകാർ അവരോട് ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. അവർക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമാണ് ജനസാഗരം ഒഴുകിയെത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട സാഹിബ് വളണ്ടിയർമാർ അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാഹിബ് വളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ പരിപൂർണമായും പിൻപറ്റിക്കൊണ്ട് യാത്രക്കാർക്ക് പോകാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ അശ്ലീല വാക്കുകളും അപവാദ പ്രചരണങ്ങളും വ്യക്തിഹത്യയൊന്നുമല്ല ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങളിവിടെ വിജയിച്ചതിന്റെ ആഘോഷമാണ് നിങ്ങൾ കാണുന്നത്. കേരളത്തിലെ നമ്പർ 1 DJ അത് കുഞ്ഞാലിമരക്കാരുടെ പ്രകടനം കഴിഞ്ഞ് ഇന്ത്യയുടെ വമ്പൻ വെടിക്കെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചില ആളുകളൊക്കെ വിജയം ആഘോഷിച്ചത് കേരളമെന്നല്ല, ലോകം മൊത്തം കുലുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് കൊടക്കല്ല് മാത്രം കുലുങ്ങുന്ന പ്രകടനമാണ്. അതുകൊണ്ട് കുലുക്കിയവരൊക്കെ വീട്ടിൽ പോയിരുന്നിട്ടുണ്ട്, ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഒതുക്കിയെത്തിയതാണ്. ഐക്യത്തോടെ കോണിക്കും കൈപ്പത്തിയിലും രേഖപ്പെടുത്തിയ വോട്ടർമാർ വന്ന് വിജയിപ്പിച്ചതാണ്. നിങ്ങളുടെ കുപ്രചരണങ്ങൾക്കൊന്നും ഈ നാട് നടക്കില്ല. വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർമാർക്ക് ഞങ്ങൾ നന്ദിയെ പറയുന്നുള്ളൂ. അവരെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും അശ്ലീലം പറയാനും ഞങ്ങളെ നേതാക്കന്മാർ പഠിപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഖാക്കൾ ഓർക്കണം, നിങ്ങളെ നേതാവിന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ ഒരു ക്ലാസ്സെങ്കിലും വെക്കണമെന്നേ പറയാനുള്ളൂ.
പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി റോഡ്സിന്റെ രണ്ട് സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് നമ്മുടെ യാത്രക്കാർക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. യാത്രക്കാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. നമ്മൾ ആഘോഷത്തോടെ ആനന്ദപൂർവ്വം നമ്മൾ UDFന്റെ വിജയാഹ്ലാദ പ്രകടനത്തിലാണുള്ളത്. നമ്മളെന്നും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഈ നാടിന്റെ പുരോഗതിയിൽ നമ്മൾ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ളതാണ്. ഈ നാട് ആഗ്രഹിക്കുന്ന ഓരോരോ വികസനത്തിലും നമുക്കിനി കൈവരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് യാത്രക്കാർ അത് അവരുടെ അത്യാവശ്യ ആവശ്യങ്ങൾക്കായി ആണ് റോഡ് ഉപയോഗിക്കുന്നത്. അത് നമ്മളാരും തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാക്കരുത്. UDFന്റെ നല്ല പ്രവർത്തകന്മാർ, അവരുടെ നന്മ ആഗ്രഹിക്കുന്ന നല്ല പ്രവർത്തകന്മാർ നല്ല ചിന്തയോടെ ഈ ഞങ്ങളുടെ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട നിയമപാലകർ നമ്മോടൊപ്പമുണ്ട്. അവരുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. പ്രിയപ്പെട്ട സാഹിബ് വളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത് സ്നേഹത്തോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ വേണ്ടി വിളിച്ചൊരു പ്രകടനമാണ്. ഇത്രയേറെ ജനസാഗരം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ഇത് വെറും 2ാം വാർഡ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സാരഥി റാബിയ റസാഖിന് വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. 1ാം വാർഡിൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട PGക്ക് വോട്ട് ചെയ്ത നല്ലവരായ സഹോദരിമാരുണ്ട്, നല്ലവരായ വോട്ടർമാരുണ്ട്. 47ന്റെ പരാജയം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ. 47ന്റെ പരാജയം അതൊരു പരാജയമല്ല. ഞങ്ങളെ പിന്തുണച്ച ഒരുപാട് വോട്ടർമാരുണ്ട്. അവർക്കൊക്കെ 1ാം വാർഡിലെ വോട്ടർമാർ PT സലാഹിനെയും കുട്ടൂർ ഷെരീഫിനെയും വിജയിപ്പിച്ച വോട്ടർമാരുണ്ട്. അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. PGക്ക് വോട്ട് ചെയ്ത നല്ല ഉമ്മപെങ്ങന്മാരുണ്ട്. അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞ ഉമ്മപെങ്ങന്മാർ തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞ അശ്ലീലമാക്കുകൊണ്ടുള്ള ഉമ്മപെങ്ങന്മാരല്ല. പ്രിയപ്പെട്ടവരെ, നന്ദി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, റോഡിന്റെ സൗകര്യം ഒന്നുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കോടിക്ക് വോട്ട് രേഖപ്പെടുത്തിയ നല്ലവരായ വിദഗ്ധരായ വോട്ടർമാരെ നിങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ്. റോഡിന്റെ ഈ വശങ്ങളിലേക്ക് പ്രിയപ്പെട്ട സഹോദരന്മാർ മാറി നിൽക്കണം. ഇവിടെ യാത്രക്കാരായ സഹോദരിമാർക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ഒഴുകിയെത്തിയ ജനസാഗരത്തോട് നന്ദി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുകയാണ്. അല്ലാതെ ഞങ്ങളുടെ മുന്നിൽ മറ്റൊരു വഴിയില്ല. ഇത്രയേറെ വിശാലമായ പ്രദേശമല്ലാതെ കൊടക്കല്ലിൽ ഇനിയില്ല. ഇത്രയേറെ മനോഹരമായ ഒരു സ്ഥലം ഞങ്ങൾക്ക് വേറെ കിട്ടാനില്ല. 2ാം വാർഡിലെ വരെ വിജയാഹ്ലാദം ഇത്രയേറെ ഗംഭീരമാക്കിയിട്ടുള്ളതിൽ ചില ലോക്കൽ സെക്രട്ടറിമാരോട് കൂടി ഞങ്ങൾ നന്ദി അറിയിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് രേഖപ്പെടുത്തിയവരെ ഞങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. പണച്ചാക്കിന്റെ തൊണ്ണബലത്തിൽ ചില ജനാധിപത്യ വിശ്വാസികളെ വോട്ട് തട്ടിക്കൊണ്ട് വെറും 47 വോട്ടിന്റെ പിൻബലത്തിൽ ജയിച്ചുകൊണ്ട് ഞങ്ങളെ നേരെ കുതിര കയറാൻ ഈ ജനസാഗരം നിങ്ങൾക്ക് മറുപടി നൽകുമെന്നാണ് പറയാനുള്ളത്. ചിലരൊക്കെ പറയുന്നു UDFന്റെ കോട്ടപത്തളമായ കൊടക്കല്ലങ്ങ് ചുവന്നിരിക്കുന്നു എന്ന്. എന്നാൽ കണ്ടോളൂ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടപത്തളമാണ് കൊടക്കല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പണച്ചാക്ക് കൊണ്ട് നിങ്ങളോട് വാടി പിടിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം 47ന്റെ പിൻബലമേ ഉള്ളൂ എങ്കിൽ തിരിച്ചു പിടിക്കാൻ ഞങ്ങളും സന്നദ്ധമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. 200ന്റെ ഭൂരിപക്ഷം അത് 100ആയി ചുരുക്കി ഇനി 47 എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ 10 പേര് വന്നിട്ട് UDF നിലകൊള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
ചിലരൊക്കെ കോടിക്കണക്കിന് രൂപ മുടക്കി ഗൾഫിൽ നിന്നും ടിക്കറ്റ് എടുത്ത് കൊണ്ടുവന്ന് ചില കുട്ടികൾ ഈ നാടിനെ പണം കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നു. ഐക്യത്തോടെ നിന്നുകൊണ്ട് സ്നേഹത്തോടെ വോട്ട് ചോദിച്ച് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത അമ്മപെങ്ങന്മാർ അവരെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്, ആക്ഷേപിക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, ജനാധിപത്യ പ്രക്രിയയിൽ ആണിനും പെണ്ണിനും വോട്ട് ചോദിക്കാനുള്ള അവസരമുണ്ട്. ആണിനും പെണ്ണിനും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്താനുള്ള അവസരമുണ്ട്. ആണിനും പെണ്ണിനും സംവരണമുള്ള നാടാണ് മണ്ണ്. ഈ മണ്ണിലാണ് ജനവിധി തേടുമ്പോൾ 50 എന്ന സംവരണത്തിൽ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് 50% പെണ്ണുങ്ങൾക്കും 50% ആണുങ്ങൾക്കുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചില ആത്മീയ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങളുടെ ലോക്കൽ സെക്രട്ടറിക്കൊന്ന് ക്ലാസ് എടുത്തു കൊടുക്കൂ. ഈ പുരോഗമന കാലത്ത് സ്ത്രീകളെ കണ്ടാൽ ആളുകൾക്കുമെങ്കിൽ പ്രിയപ്പെട്ട ലോക്കൽ സെക്രട്ടറിക്ക് നിലവാരമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വന്ന് ഒരു ക്ലാസ് തിരുത്തുമെന്ന് അദ്ദേഹത്തെ തിരുത്താൻ വേണ്ടി തയ്യാറാകണമെന്ന് ഈ അവസരത്തിൽ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, റോഡിന്റെ ഇത് സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് നമ്മുടെ ഈ വെടിക്കെട്ട് വീക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. റോഡിന്റെ ഇരു സൈഡിലേക്കും പരിപൂർണമായി എല്ലാവരും സഹകരിക്കണം. പ്രിയപ്പെട്ട നിയമപാലകർ നമ്മോടൊപ്പമുണ്ട്. അവരുടെ മാർഗനിർദ്ദേശങ്ങൾ പരിപൂർണമായും നമ്മൾ പാലിക്കണം. അവർ നമ്മോട് ഇതുമായി സഹകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും റോഡിന്റെ ഇരു സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് സഹകരിക്കണം. നല്ലത് പറയാനും നല്ലത് കേൾക്കാനുമാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ നല്ലതേ പറയൂ. ഞങ്ങളെ നേതാക്കന്മാരെ ഞങ്ങൾ അതേ പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. വോട്ട് ചെയ്തവരെ വോട്ട് കിട്ടിയതിനു ശേഷം അപമാനിക്കാനൊന്നും ഞങ്ങളാരും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നന്ദിയും നല്ല വാക്കുകളും അഭിനന്ദനങ്ങളും മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അടുത്ത 5 വർഷക്കാലം ചങ്ങല ഗ്രാമപഞ്ചായത്ത് അത് UDF-ന്റെ കരങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളെ 1-ാം വാർഡ് ഒരു 47 വോട്ടിന് അങ്ങ് ജയിച്ചെന്ന് കരുതി ഈ രാജ്യത്തിന്റെ ഭരണം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും, ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സഹകരിച്ചതിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട പീച്ചിക്ക് വോട്ട് ചെയ്ത നല്ലവരായ ഉമ്മപെങ്ങന്മാരുണ്ട്. അവർക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ വോട്ട് ചോദിച്ചെത്തിയപ്പോൾ ഞങ്ങളുടെ സ്നേഹത്തോടെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ച ഉമ്മപെങ്ങന്മാരുണ്ട്. സ്നേഹത്തോടെ ചുടുചുംബനം പോലെ കോടിക്ക് വോട്ട് നൽകിയ ഉമ്മപെങ്ങന്മാരുണ്ട്. എക്കാലത്തും UDF-നെ നെഞ്ചിലെത്തിയിട്ടുള്ള ഉമ്മപെങ്ങന്മാരുണ്ട്. അവർക്കാണ് അഭിവാദ്യങ്ങൾ നേരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. 10 വർഷക്കാലം ഈ നാടിന്റെ ഭരണച്ചങ്കോലേന്തി പരിചയസമ്പത്തുള്ള ഒരു കരുത്തുറ്റ വനിതയ്ക്ക് 2-ാം വാർഡ് കൊടുത്ത നല്ലവരായ വോട്ടർമാരുണ്ട്. ഇവിടെ നല്ല ഉമ്മപെങ്ങന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർക്കാണ് നന്ദി രേഖപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയ സാരഥി റാബിയ റസാഖിനെ വിജയിപ്പിച്ചെടുത്ത ഉന്നതരായ വോട്ടർമാരുണ്ട്. അവർക്ക് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. റാബിയ റസാഖിന്റെ വിജയാഘോഷം നടത്താൻ വേണ്ടി ഈ കടന്നു വന്നിട്ടുള്ള ജനസാഗരത്തോട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇത് ഞങ്ങളെ മുത്ത് ഇത് പീച്ചി ലോക്കൽ സെക്രട്ടറി 47 കളിച്ചിട്ട പീച്ചി ലോക്കൽ സെക്രട്ടറി പീരച്ചക്കനായിട്ട് മത്സരിച്ചാൽ നിങ്ങൾ 47 മുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചില്ലറയൊന്നുമല്ല. ചിലരൊക്കെ പറയുന്നു ഈ ലോക്കൽ സെക്രട്ടറി അത് ഞങ്ങളുടെ രാജാവാണെന്ന്. പ്രിയപ്പെട്ടവര്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പീച്ചിയോട് 47 നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയുന്നു, കറകളഞ്ഞ ലീഗിന്റെയും കോൺഗ്രസിന്റെയും നല്ല UDF-ന്റെയും വോട്ടാണ്. നിങ്ങളെപ്പോലെ പണം കൊടുക്കാനുള്ള അഭിമാനത്തോടെ പീച്ചി പറയുന്നു. ഞങ്ങൾക്ക് കിട്ടിയത് കറകളഞ്ഞ വോട്ടാണ്. അത് പണം കൊടുക്കാനുള്ളതല്ല,
അഭിമാനത്തോടെ തിരിച്ചു പറയുന്നു, ഞങ്ങൾ ജനാധിപത്യത്തോട് ഞങ്ങൾ വാങ്ങിച്ച വോട്ടിന് അഭിവാദ്യം അർപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, നല്ലവരായ വോട്ടർമാരെ, നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റോഡ്, പ്രിയപ്പെട്ടവരെ, ഗതാഗതം അത് വലിയൊരു വിഷയമാണ്. റോഡിലൂടെ പല ആവശ്യങ്ങൾക്കും വേണ്ടി പോകുന്ന യാത്രക്കാരാണ്. നമ്മളെ പോലെ ഒരു വിജയാഘോഷം ആഘോഷിക്കാൻ വന്നവരല്ല, പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായി പോകുന്ന യാത്രക്കാരാണ്. അവരെ ഒരു കാരണവശാലും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. റോഡിന്റെ ഇരു സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് ഞങ്ങളോടുമായി സഹകരിക്കണം. പ്രിയപ്പെട്ട PT സലാഹു ഇവിടുന്ന് നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയ സാരഥി PT സലാഹു ഐക്യത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയ സാരഥിക്ക് PT സലാഹിന്റെ ബഹുഭൂരിപക്ഷത്തോടെ നമ്മുടെ തെന്നല ഡിവിഷനിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്തേച്ച എഴുപത്തരായ വോട്ടർമാരെ നിങ്ങൾക്ക് നന്ദി അറിയിക്കാൻ വേണ്ടി കടന്നുകൂടിയിട്ടുള്ള ഈ ജനസാഗരത്തിലേക്ക് PT സലാഹിനെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങള് ആവേശത്തോട് കൂടി ആവേശം നോക്കിയിട്ട് ആ അശ്ലീലം പറയാനുള്ളതല്ല, ഇത് അഭിമാനത്തോടെ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ വന്നതാണ്. ഒന്നാം വാർഡിലെ വോട്ടർമാർ PT സലാഹിന് വോട്ട് ചെയ്ത് നല്ലവരായ ഒന്നാം വാർഡിലെയും രണ്ടാം വാർഡിലെയും വോട്ടർമാരെ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. പണത്തിന്റെ തൊടുപ്പില് ഒന്നാം വാർഡ് 47 വോട്ടിന് പോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം അത് തിരിച്ചു പിടിക്കാൻ UDFന്റെ കുട്ടികൾ തയ്യാറാണെന്ന് ഈ കരുത്തുറ്റ ജനസാഗരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുകയാണ്. ഒരു 25,000 30,000 കൊടുത്ത് ഓരോ യുവാക്കളെയും വശീകരിച്ച് തങ്ങളെ ഭീഷണിപ്പെടുത്തി തന്റെ വോട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ 47 കറകളഞ്ഞ വോട്ടല്ല, അത് ഭീഷണിയുടെ വോട്ടാണ്, അത് പണത്തിന്റെ വോട്ടാണ്. പക്ഷെ ഞങ്ങളെ ഭീഷണിക്ക് കിട്ടിയത് കറകളഞ്ഞ UDFന്റെ വോട്ടാണ്. ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത് ഐക്യത്തോടെ നിങ്ങൾ രേഖപ്പെടുത്തിയ വോട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിപാടി വിജയം ഈ പടക്കം പൊട്ടിത്തീരുന്നതോടുകൂടി നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുന്നതാണ്. ഈ ജനസാഗരത്തെ ഇവിടെ എത്തിച്ചത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. കൊടക്കല്ലുകാരൻ എന്ന നിലയിൽ ഒരു വ്യക്തി സ്വന്തം നാടിനെ എത്രത്തോളം ബഹുമാനിക്കാൻ ശ്രമിക്കുമോ അത്രത്തോളം ബഹുമാനിച്ചതിന്റെ അത്രത്തോളം ഈ രാജ്യത്തുടനീളം ചാനലുകളിൽ ഈ നാടിനെ അഭിമാനിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഈ മൂല്യകര കൂട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാടിനെ നിങ്ങൾ ആ കണ്ടുകൊണ്ട് കാണരുത്. ഈ നാടിൽ നിന്നാണ് ഈ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി 33,000-ൽ മേലെ ഭൂരിപക്ഷം നേടി വിജയിച്ചു വരുന്നുണ്ട്. ഈ നാടിൽ നിന്നാണ് ഈ നാടിന്റെ പ്രിയപത്രയാണ്, ഈ നാടിന്റെ സഹോദരിയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഈ നാടിന്റെ
ഈ നാടിലെ മുഴുവൻ ആളുകളെയും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സ്ത്രീപക്ഷ നിലപാടില്ല പ്രാവർത്തികമാകുന്നത്. ഈ നാട്ടിലെ ആളുകളുടെ സ്ത്രീപക്ഷ നിലപാടെന്താണെന്ന് നമുക്ക് വളരെ ബോധ്യമുള്ളതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ അറിയാമോ ജയിച്ചതും ഈ മറിയാമോയെ കുറിച്ചും നമുക്ക് അങ്ങനെ ഒരു നിലപാടില്ല. സ്ത്രീകൾ വളരണം, സ്ത്രീകൾ വരണം, ഒരു മനുഷ്യൻ ഈ നാടിനുണ്ടായി എന്നുള്ളത് ഈ നാടിന്റെ അപമാനമാണ്, ഈ നാടിന്റെ അപമാനമാണ്, ഈ നാടിന്റെ അപമാനമാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളുടെ നാടിനെ ഈ നാട്ടിലുള്ളവരും ആ കണ്ണ് കണ്ട് കാണരുത്, ആ കണ്ണ് കണ്ട് കാണാൻ നമുക്കറിയാം. ജില്ലയിലും വളരെ ഭൂരിപക്ഷത്തോടുകൂടി നമ്മൾ ഈ ജയിച്ചതാണ്. നേരിയൊരു പരാജയത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനമോ ജനസേവനമോ വിട്ടിരിക്കാൻ തയ്യാറില്ല. പ്രിയപ്പെട്ടവരെ, പഞ്ചായത്ത് ഇലക്ഷൻ ഇനിയുന്നതും വരുന്ന നിയമസഭാ ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷനിലും ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഭരണം നമുക്ക് പരിശീലിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, എനിക്ക് പറയാനുള്ളത് ഈ നാടിനെ കണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ വിദ്യാർത്ഥിന്റെ കൂട്ടാളികൾ ആ മനുഷ്യന്റെ കൈയടിച്ച വിദ്യാർത്ഥിന്റെ കൂട്ടാളികൾ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ നാടിന്റെ ശിശായുടെ പിന്നെ പ്രവർത്തകന്മാരുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ വാദ്യങ്ങളുമായി പ്രിയപ്പെട്ടവരെ, ഇതോടുകൂടി നമ്മുടെ ജനസാഗരം ഒഴുകിയെത്തിയതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും തിരിഞ്ഞു പോകണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. പരിപൂർണമായി ഞങ്ങളോട് സഹകരിച്ചതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ സൗകര്യം പോലെ മാറി നിന്നുകൊണ്ട് ഈ പരിപാടിയുമായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ ആരംഭിക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ തിരിഞ്ഞു പോകണം. ഇവിടെ ഞങ്ങളാരും ശീലം പറഞ്ഞിട്ടില്ല, ഞങ്ങളാരും അപവാദം പറഞ്ഞിട്ടില്ല, നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാവരും ഉൾക്കൊണ്ടു, അതെല്ലാവരും ചെവിയോർത്തു. UDFന്റെ നല്ല പ്രവർത്തനവും LDFന്റെ ചീത്ത പ്രവർത്തനവും അവരുടെ കഴിവുകളും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി പിരിച്ചുവിടുകയാണ്.